ഇമ്മച്ചേ എന്താ നമുക്ക് നാളെ ട്രെയിനിൽ കയറാൻ പോയാലോ? ഇതുവരെയും ട്രെയിനിൽ കയറിയിട്ടില്ലേ? ഞാൻ കയറിയിട്ടില്ല. അപ്പം എൻ്റെ ഫസ്റ്റത്തെ ട്രെയിനിൽ പോക്കില്ലേ? അപ്പം നമുക്ക് പോയാലോ? ഓക്കെ, സെറ്റ്. ഓമുണ്ടോ? ഓക്കെ. അപ്പം നമ്മൾ എങ്ങോട്ടാ പോണത്? തൃശ്ശൂർക്ക്. അതിനു മുമ്പ് നമ്മൾ വെൽക്കം ടു അവർ ചാനൽ. ഇമ്മച്ചി നമുക്ക് പാത്തുമാനിട്ട് കൊണ്ട് ഓരോടുണ്ടോ ചേച്ചിക്ക്? ഓക്കെ. ഇതുണ്ടോടി? ഞാനുണ്ട്. അപ്പം നമുക്ക് പോയാലോ? റെഡി. അങ്ങനെ ഞങ്ങൾ ദൂരന്ന് 10:10 ട്രെയിനിന് തൃശ്ശൂർക്ക് കയറി. കുട്ടികൾ ആഗ്രഹം നടന്നിട്ടോ, ഒരു കുറേ ആയി ട്രെയിനിൽ കയറണം പറയൽ തുടങ്ങിയിട്ട്. അതങ്ങനെ സാധിച്ചു കൊടുത്തു. എന്തൊക്കെ പറഞ്ഞാൽ ട്രെയിൻ യാത്ര പറയണ വേറെ വൈബ് തന്നെയാണ് അല്ലേ? അതിങ്ങനെ ആ കാട്ടുകൂടിയും പോയിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകണ വേറൊരു വൈബ് തന്നെയാണ്. ഏതായാലും ഓൽക്കാണെങ്കിലോ എവിടേക്ക് ഇരിക്കേണ്ടതെന്ന് തന്നെ അറിയണില്ല. കുറേ അവിടെ ഇരിക്കും, കുറേ ഇവിടെ ഇരിക്കും, കുറേ മുകളിലിരിക്കും. അങ്ങനെ ഏതായാലും നല്ല അടിപൊളിയായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങളൊരു 1:30 ആയപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നേരെ പോയത് മൃഗശാലയിലേക്കാട്ടോ. മൃഗശാലയിലേക്ക് ഉള്ളിലേക്ക് കയറിയില്ല, വേഗം പോയി ഫുഡ് കഴിക്കണ്ടേ. അങ്ങനെ ഒരു റെസ്റ്റോറൻ്റൊക്കെ കണ്ടുപിടിച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മൃഗശാലയിലേക്ക് പോയി. അതിൻ്റെ എൻട്രൻസ് പോയി ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇനി കുറച്ച് മൃഗങ്ങളെയും കാണാം അല്ലേ?
മൃഗശാലൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് മൃഗശാലയൊക്കെ ഒന്നും റെഡിയാക്കാനായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ അതിൽ കടുവ അടിപൊളിയായിരുന്നു, ബാക്കിയൊക്കെ ഒരു ആവറേജ്. അങ്ങനെ നമ്മൾ നേരെ പോയത് പാർക്കൊക്കെ. കുട്ടികൾക്കാണെങ്കിലും മൃഗശാലയിൽ നിന്ന് പോയിട്ട് സുഖമല്ല, അവർക്ക് പാർക്കൊക്കെ വേണം. നമ്മളെ നെഹ്റു പാർക്കൊക്കെ അവിടേക്ക് വിട്ടു. അവിടെ പിന്നെ ഒരു ലോകം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല അന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനാണെങ്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, ഒരുപാട് കയറി ഇറങ്ങാനുള്ള ഒരുപാട് സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരങ്ങോട്ട് കളിച്ചങ്ങോട്ട് അർമാദിച്ച അവിടെ. അങ്ങനെ ഒരു പാർക്ക് കൂടെയൊക്കെ കുറേ കളിച്ച് മുകൾക്ക് പോയി. മുകളിലാണെങ്കിലോ ഈ എക്സസൈസ് ചെയ്യണ അങ്ങനത്തെ ഒരുപാട് കമ്പി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിമ കുറേ കളിച്ചു. എനിക്ക് പാർക്കത്തിലേറെ പറ്റിയത് അതാണ്. അത് അടിപൊളിയായിട്ട് കളിച്ചത്. അമ്മോ ഇവിടെ നിന്നോ. അല്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതി, ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണമല്ലോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അവിടുന്ന് ഒരു 5 മണിക്കൊക്കെ ഇറങ്ങി. 5:30ക്കാണ് ട്രെയിനിൽ പോയിരുന്നു. അവിടെയാണ് നമുക്ക് പണി കിട്ടിയത് കേട്ടോ. അങ്ങനെ 5:30 എന്ന് പറഞ്ഞ ട്രെയിന് പിന്നെ പോയിരുന്നത് 6:15-നാണ്. 6:15 പോകുന്ന പിന്നത്തെ സ്റ്റോപ്പിൽ മൊത്തം വെയിറ്റിംഗ് കഴിഞ്ഞു. അങ്ങനെ പോകുന്നൊരു 8 മണിക്ക് കഴിക്കണം നമ്മൾ ഷൊർണൂരെത്തിയപ്പോൾ. ഷൊർണൂരിലെത്തിയിട്ട് പിന്നെ വേറെ ട്രെയിനിന് നാട്ടിലേക്ക് കയറണം. അങ്ങനെ ആ ട്രെയിനും മൊത്തത്തിൽ വെയിറ്റിംഗ് ആയിരുന്നു. ആ ട്രെയിനും വരാൻ നേരം വൈകി. എന്നാലും ട്രെയിൻ യാത്ര അടിപൊളിയായിരുന്നു. കുറച്ചൊക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസ് വേണ്ടല്ലേ. നമ്മളാണെങ്കിൽ അങ്ങനെ ചെറിയ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വന്നാലും വല്ലാതെ കാര്യമാക്കൊന്നുമില്ല. ഫുള്ള് എൻജോയ്മെൻ്റ് ആയിക്കാരം ട്രാവൽ ചെയ്യുമ്പോൾ. ഫുള്ള് ആസ്വദിച്ച് എനിക്കാണെങ്കിൽ ഇഷ്ടമാണ്. ഞാൻ ട്രാവൽ ചെയ്യാൻ ഒരു ചെറിയ ട്രാവലിംഗ് ആണെങ്കിലും വലുതാണെങ്കിലും നമ്മളത് മൊത്തത്തിൽ ആസ്വദിച്ചിട്ട് അങ്ങനെ പോകുകക്കാരം. അങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായിക്കണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.